ലൈഫ് ഫിഗർ ഔട്ട് ചെയ്തു, പക്ഷെ നിങ്ങൾ മാത്രം ഒന്നും ചെയ്തിട്ടില്ല എന്ന്. ചിലവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തോന്നും, ചിലവർ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടും, ചിലവർക്ക് അവരെന്താ ചെയ്യണേന്ന് നല്ല ബോധ്യമുള്ള പോലെയും തോന്നും. ബട്ട് ഇതിൻ്റെയൊക്കെ പുറകിലും എല്ലാ ടീനേജേഴ്സിനും ഉള്ള ഒരു ക്വസ്റ്റ്യനാണിത്, വാട്ട് ഐ ആം ഡൂയിങ് വിത്ത് മൈ ലൈഫ് എന്നുള്ളത്. ഒരു 100 വർഷം മുമ്പൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിരുന്നത് നെയ്ബറിനെ വെച്ചിട്ടാണ്. പക്ഷെ ഇന്ന് അവർ 1000-ഓളം ആൾക്കാരെ കാണുന്നുണ്ട്. പെർഫെക്റ്റ് മാർക്ക്, പെർഫെക്റ്റ് ഫേസ്, പെർഫെക്റ്റ് വെക്കേഷൻ, പെർഫെക്റ്റ് ലൈഫ്. പക്ഷേ സോഷ്യൽ മീഡിയ കാണിക്കുന്ന വെറും ഹൈലൈറ്റ്സ് മാത്രമാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ ബിഹൈൻഡ് ദ സീൻ മൂമെൻറ്റ്സ് വെച്ചിട്ട് വേറൊരാളുടെ നല്ലൊരു മൂമെൻറ്റിനെ കമ്പയർ ചെയ്യും. ഫീലിംഗ് ലോസ് ഡസൻറ്റ് മീൻ സംതിങ് ഇസ് റോങ് വിത്ത് യു. ഇറ്റ് മീൻസ് സ്റ്റിൽ നമ്മൾ ആ ഒരാളായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അറ്റ് ദിസ് ഏജ് തോട്ട്സ് മാറാം, ഇൻട്രസ്റ്റ് മാറാം, ഡ്രീംസ് മാറാം. പക്ഷേ നമ്മൾ എവറിത്തിങ് ഇപ്പോൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യണമെന്നില്ല. യു ആർ സ്റ്റിൽ അണ്ടർ കൺസ്ട്രക്ഷൻ. അനദർ റീസൺ എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. എക്സ്പെക്റ്റേഷൻ, സ്കൂളിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്ന്, ഫാമിലിയിൽ നിന്നൊക്കെ ഉള്ള എക്സ്പെക്റ്റേഷൻ നമ്മൾ ഭയങ്കരമായിട്ടുള്ള പ്രഷറിൽ നിർത്തും. എനിക്കറിയാം എനിക്കെന്താ ചെയ്യേണ്ടതെന്ന്, എനിക്ക് നന്നായി ചെയ്യണം എന്നുള്ള തോന്നലുണ്ടാക്കാൻ തുടങ്ങും. പക്ഷേ ലൈഫ് ആ രീതിയിൽ വർക്ക് ചെയ്യില്ലല്ലോ. ക്ലാരിറ്റി ആക്ഷൻ ചെയ്യുമ്പോഴല്ലേ വരത്തുള്ളൂ. ലെറ്റ് ബി ഹോണസ്റ്റ് ഫോർ എ സെക്കൻഡ്. നമ്മുടെ ലൈഫ് ഹാർഡായതുകൊണ്ടല്ല അത് സ്റ്റക്കായിട്ട് തോന്നണേ. പക്ഷേ നമ്മുടെ അറ്റൻഷൻ പല സ്ഥലത്തായിട്ട് സ്കാറ്റേർഡായി കിടക്കണുണ്ടാവും. ഓരോ ആപ്സ്, ഓരോ നോട്ടിഫിക്കേഷൻ, എവറി കമ്പാരിസൺ, അത് നമ്മൾ 100 ഡയറക്ഷനിലേക്ക് തിരിക്കും. ആൻഡ് നമ്മൾ എവിടെ എത്താൻ പോകണമെന്ന് നമ്മളെക്കൊണ്ട് തോന്നിക്കും. അതൊന്നും ഇപ്പോൾ തന്നെ മാറ്റിയില്ലെങ്കിൽ നമ്മൾ ആ സെയിം ലൂപ്പിൽ തന്നെ മാസങ്ങളോളം സ്ക്രോൾ ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് ബാക്കിലായതുപോലെയൊക്കെ തോന്നിയിരിക്കും. അപ്പോൾ ഓരോ ദിവസവും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ ഇവിടെ എല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന ഒരു ട്രൂത്ത് ഉണ്ട്. നമുക്ക് മോട്ടിവേഷൻ വേണം എന്നുള്ളത്. നമുക്ക് മോട്ടിവേഷൻ്റെ ഒപ്പം റെസ്റ്റും കൂടി ആവശ്യമാണ്. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ പാർട്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു നോയ്സ്, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യണ നോയ്സ് ഒന്ന് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാമെന്നുള്ള. അപ്പോൾ സ്ക്രോളിംഗ് ആയിരിക്കും ഇപ്പോൾ നമ്മുടെ ഫോക്കസ് കളയണേ അല്ലേ. അതുപോലെ സെക്കൻഡ്, നമ്മുടെ ഡേ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. നേരത്തെ എണീക്കുക. നമുക്കിപ്പോൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോർണിംഗ് റൗട്ടീൻ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാലും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ രാവിലെ എണീക്കാൻ നോക്കുക, നമ്മുടെ ബോഡി ഒന്ന് മൂവ് ചെയ്യുക, വെള്ളം കുടിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യത്തെപ്പറ്റി കൺട്രോൾ ഉണ്ടാവുക. ആ ഒരൊറ്റ കാര്യം നിങ്ങളുടെ സ്റ്റഡി ആവാം, അല്ലെങ്കിൽ ഹെൽത്ത് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ് ആവാം, എനിത്തിങ്. ആ ഒരൊറ്റ കാര്യത്തിൽ ഭയങ്കര കൺട്രോൾ ഉണ്ടാവണം. ബിക്കോസ് നമ്മുടെ മൈൻഡ് നമ്മളെല്ലാത്തിനോടും റിയാക്ട് ചെയ്യണം നിർത്തുമ്പോൾ ആക്ഷൻ ചെയ്യാൻ തുടങ്ങും. ആൻഡ് നമുക്ക് പഴയതുപോലെ ആവാൻ പറ്റും. ആൻഡ് ഇത് ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷെ നമ്മൾ ആ 1 ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ അതൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ സ്റ്റക്കായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഹാബിറ്റ്സൊക്കെ നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പഴയ ചെയ്തവന് ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം.